നമസ്കാരം ഡാകുഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് എന്തൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അത് ഗ്രൗണ്ടിന് വേണ്ടിയിട്ടാണ്. അതായത് ലാൻഡ്സ്കേപ്പിനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടൈലിംഗ് റിപ്പീറ്റേഷൻ വരുന്നുണ്ടല്ലോ. ഒരേ ടെക്സ്ചർ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിട്ട് വരും അല്ലേ, ഒരു നാച്ചുറാലിറ്റി കിട്ടില്ല. അപ്പോൾ അതെങ്ങനെ മാറ്റിയിട്ട് നല്ല വൃത്തിയിലൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അല്ലാതെ ഞാൻ തന്നെ മെറ്റീരിയലൈസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൻ്റെ അത് ഞാൻ മാപ്പുകൾ, നോർമൽ മാപ്പ്, ഹൈറ്റ് മാപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. കാണാത്തിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ ഡിഫ്യൂസ് മാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ഓ ബട്ടൺ ക്ലിക്ക് ചെയ്യട്ടെ. ഓപ്പൺ ചെയ്യാനാണ്. ഇത് ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡെസ്ക്ടോപ്പിലാണ് ഇപ്പോൾ ഇമേജ് ഉള്ളത്. എവിടെയാണോ ഇമേജിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പിക്ചർ സെലക്ട് ചെയ്ത ശേഷം അവിടെ സെലക്ട് എന്നുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത ഇമേജ് ആഡ് ആവും. ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഒരു ഹൈറ്റ് മാപ്പും ഒരു നോർമൽ മാപ്പും ക്രിയേറ്റ് ചെയ്യണം. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരു ഹൈറ്റ് മാപ്പിന്റെ ആവശ്യമില്ല, നോർമൽ മാപ്പ് മാത്രം മതി. എന്നാലും ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടേക്കാം അല്ലേ. അപ്പോൾ നേരെ ഹൈറ്റ് മാപ്പിൽ വരിക, ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ സെറ്റ് ആസ് ഹൈറ്റ് മാപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് താഴെ, അതിലൊന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ അവിടെ സെറ്റ് ആയിട്ടോ. അത് ഡിഫോൾട്ട് ആയിട്ട് അവർ തരുന്ന ഒരു സെറ്റിംഗ്സ് ആണ്. അത് തന്നെയാണ് നല്ലതെന്ന് എൻ്റെ അഭിപ്രായം കേട്ടോ. ഇനി നേരെ എന്ത് ചെയ്യുക, നോർമൽ മാപ്പിൽ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് സെറ്റ് ആസ് നോർമൽ മാപ്പ് കൊടുക്കുക. അപ്പോൾ സംഭവം കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി നമ്മൾ ഹൈറ്റ് മാപ്പും നോർമൽ മാപ്പും ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഇത് നിങ്ങൾക്ക് അറിയാം, ഫോട്ടോഷോപ്പിൽ ഒരുപാട് ടൈം എടുത്ത് നമ്മൾ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സോഫ്റ്റ്വെയർ വളരെ ഉപകാരപ്പെടും. ഇതിന്റെ വീഡിയോ ഒന്ന് കണ്ടോ കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമുക്ക് വേണ്ട ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ടാർഗ ഫയലാണ് സെലക്ട് ചെയ്യുന്നത്. TGA എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റ് സെലക്ട് ചെയ്തിട്ട് ഇനി സേവ് ചെയ്യാൻ പോകണം. എങ്ങനെയാണെന്ന് അറിയോ, ഇതിന്റെ എസ് ബട്ടണിൽ ഇത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ട ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിൽ പുതിയൊരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യട്ടെ. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അവിടെ ഒരു പേരിടാൻ പോവാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ മൈ മെറ്റീരിയൽ എന്നുള്ള മൈ മാറ്റ് എന്നുള്ളൊരു പേരിടുകയാണ്. അതിൽ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ അല്ലേ. എന്നിട്ട് ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത ശേഷം എവിടേക്കാണ് ആ മാപ്പിനെ സേവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് പേരിടണം. അപ്പോൾ അതെന്താ, അത് ഹൈറ്റ് മാപ്പാണ്. അപ്പോൾ H എന്നുള്ളൊരു പേര് കൊടുത്തിട്ട് _ മാപ്പ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്പെസിഫിക് ഒരു പേര് കൊടുക്കണം. ഞാൻ ഇപ്പോൾ തൽക്കാലം ട്യൂട്ടോറിയലുണ്ട് H മാപ്പ് എന്നുള്ളൊരു പേര് കൊടുത്തു. ഇതേപോലെ തന്നെ സെയിം അടുത്ത ഡിഫ്യൂസ് മാപ്പിലും ഇതേപോലെ S ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും പേര് കൊടുക്കുക. അപ്പോൾ അതൊരു ബേസിക് കളറിൽ കൊടുക്കാനുള്ളതുകൊണ്ട് B എന്നുള്ളൊരു കൊടുത്തിട്ട് _ ഇട്ടിട്ട് മാപ്പിന്ന് ഒരു പേര് കൊടുക്കുകയാണ്. ഓക്കെ, വീണ്ടും ഇവിടെ സെലക്ട് കൊടുക്കുക. അപ്പോൾ മാപ്പ് അവിടെ സേവ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി അടുത്ത നോർമൽ മാപ്പാണ്. അത് ഇതേപോലെ തന്നെ S ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആ സെയിം ഫോൾഡറിൻ്റെ അകത്ത് തന്നെ നോർമൽ മാപ്പിന്റെ N_ മാപ്പ് എന്നുള്ളൊരു പേരിടുക കേട്ടോ. സെയിം ആണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇനി പറയണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മെറ്റാലിക് മാപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിന്റെ പരിപാടി കഴിഞ്ഞു. ക്ലോസ് ചെയ്യാനേ. ഇനി ഞാൻ അണ്ടർലൈൻ എഞ്ചിൻ്റെ അകത്ത് വരിക, കണ്ടന്റ് ഡ്രോവർ ഓപ്പൺ ചെയ്യുക. ഏതെങ്കിലും ഒരു ഫോൾഡർ, ഒരു ഫ്രീ ആയിട്ടുള്ള ഫോൾഡറിൽ ഞാനൊരു അവിടെ ഒരു ന്യൂ ഫോൾഡർ കൂടി ക്രിയേറ്റ് ചെയ്യാണ്. ന്യൂ ഫോൾഡർ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ചെയ്യാലോ, അറിയാലോ അല്ലേ. അതിന്റെ പേരിടാണ് മൈ മെറ്റീരിയൽ എന്നോ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഫോൾഡർ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒരു മെറ്റീരിയൽ, പുതിയൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാൻ പോകണേ. ജസ്റ്റ് ഈ മെറ്റീരിയൽ സെലക്ട് ചെയ്യുക. അതിന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക കേട്ടോ. മൈ മെറ്റീരിയൽ എന്നോ മൈ മാറ്റ് എന്നോ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വിൻഡോ അപ്പിയറോ ഇതേപോലെ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നേരത്തെ എക്സ്പോർട്ട് ചെയ്ത് വെച്ച 3 ടാർഗ ഫയലുകളിലെ 3 ഇമേജസ്, ടെക്സ്ചറുകൾ അതിന് ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുക, ഫൈൻഡറിൽ പോവുക. വിൻഡോസിലാകുമ്പോൾ എക്സ്പ്ലോറർ എടുത്തിട്ട് നമ്മൾ സേവ് വെച്ച ഫോൾഡർ തുറന്നിട്ട് അതിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു കണ്ടന്റ് ഡ്രോവറിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. നമ്മൾ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫോൾഡറിൻ്റെ അകത്തേക്ക് തന്നെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ മെറ്റീരിയൽ എഡിറ്റർ ഓപ്പൺ ചെയ്താൽ കണ്ടന്റ് ഡ്രോവറിൻ്റെ അകത്തുനിന്ന് ആ 3 ഇമേജിനെ നമ്മൾ ഈ ഒരു ഗ്രാഫിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് സെലക്ട് ചെയ്യുക, 3ഉം കൂടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഇമേജിനെ നമ്മൾ നേരെ ബേസ് കളറിലേക്ക് കണക്ട് ചെയ്യുക. രണ്ടാമത് ആ നോർമൽ മാപ്പ്, നീല കളറുള്ള മാപ്പിനെ നമ്മൾ നോർമൽ എന്നുള്ള ഈ ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ. ഇനി മൂന്നാമത് അവിടെ ഹൈറ്റ് മാപ്പ് ആണ്. ഇവിടെ നമുക്ക് ഹൈറ്റ് മാപ്പ് എനേബിൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് വേണമെന്നില്ല. വേണമെങ്കിൽ നമുക്ക് റഫ്നെസ് മാപ്പിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം അല്ലേ. ഇവിടെ റഫ്നെസ് മാപ്പിന് ഇതേ മോഡലിലൊരു മാപ്പൊക്കെയാണ് വരുന്നത്. അപ്പോൾ റഫ്നെസ് മാപ്പിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തു. ഇപ്പം ഇത്തിരി തിളക്കം കൂടുതലാണ് അല്ലേ ഇതിന്. ഇപ്പൊ നമ്മുടെ സീനിൽ വെയിലൊക്കെ വരുന്ന സമയത്ത് നിലം കിടന്ന് തിളങ്ങും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഒരു 0 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് കീബോർഡിൽ 1 ഇല്ല, കീബോർഡിൽ 1 പ്രസ് ചെയ്യുക, ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ അത് സ്പെക്കുലാർ എന്ന് പറഞ്ഞ ഈ ഒരു നോഡിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റഫ്നെസ് കൂടുന്നതായിട്ട് കാണാം, കണ്ടോ. അപ്പോൾ ആ തിളക്കം പോയി കിട്ടി. ഇനി ഇവിടെ വേണമെങ്കിൽ 0.5 കൊടുക്കുക, ചെറിയൊരു തിളക്കം ഉണ്ടായിക്കോട്ടെ വേണമെങ്കിൽ. അപ്പോൾ തിളക്കം ഉണ്ടാവും വെച്ചാൽ ഉണ്ടാവില്ല, ഹാർഡായിട്ട് നിൽക്കുകയില്ല. ഓക്കെ അല്ലേ. ഇനി നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഏരിയയിൽ എവിടെയെങ്കിലും റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലാൻഡ്സ്കേപ്പ് കോഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിനെ ആഡ് ചെയ്യുക. ലാൻഡ്സ്കേപ്പ് കോഡ്സ് എന്ന് പറഞ്ഞൊരു നോഡ്, അതിന്റെ പേരിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തായിട്ട് അത് ആഡ് ആയിക്കോളും. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ഔട്ടിൽ നിന്ന് ഒരു ലൈന് പുറത്തേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അവിടെ നമുക്ക് ഡിവൈഡ് എന്ന് സെർച്ച് ചെയ്യാം. ഇനി നമുക്കൊരു പാരാമീറ്റർ കൂടി ആഡ് ചെയ്യണം. അതിന് കീബോർഡിൽ എസ് ബട്ടണിൽ എസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാരാമീറ്റർ അപ്പിയർ ആവും കേട്ടോ. എന്നിട്ട് അതിന്റെ ഔട്ടിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് ഈ ഡിവൈഡിന്റെ B പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക. എന്ത് ചെയ്യുക, ആ ഒരു ഡിവൈഡിന്റെ ഔട്ടിൽ നിന്ന് ഓരോ നോഡുകൾ വലിച്ച ശേഷം ഈ UVS എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, അതിലേക്ക് കണക്ട് ചെയ്യുക കേട്ടോ. എല്ലാ മാപ്പിന്റെ
ഇപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റും അതിന്റെ വ്യൂവറിന്റെ അകത്ത് നമ്മുടെ മെറ്റീരിയൽ വളരെ ചെറിയ ടെക്സ്ചേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലെ, റെപ്പിറ്റേഷൻ കൂടും. ഇവിടെ ഞാൻ 100 10 കൊടുക്കുമ്പോൾ അത് വലുതാവുന്ന കണ്ടാ ആ ടെക്സ്ചറിന്റെ വലിപ്പം കൂടുന്നതിന് നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ആദ്യം ഇവിടെ വന്ന് സേവ് ചെയ്യാം കേട്ടോ, മസ്റ്റ് ആയിട്ട് സേവ് ചെയ്യണേ, മറന്നു പോകരുത്. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, സേവ് ചെയ്യുക. നേരെ എഡിറ്ററിൽ വരിക, അതിന്റെ കണ്ടന്റ് ഡ്രോവർ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ആ ഒരു മെറ്റീരിയൽ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് വെക്കുക നിലത്തേക്ക്. അപ്പോൾ ആ ഒരു ടെക്സ്ചർ അവിടെ അപ്ലൈ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് സെലക്ട് ചെയ്ത ശേഷം ഡീറ്റെയിൽസ് പാനലിൻ്റെ അകത്ത് വരിക. അവിടെ നമുക്ക് മെറ്റീരിയലിന്റെ ഓപ്ഷൻ ഓഫ് ആയി കിടക്കുന്നത് കാണാൻ പറ്റും, അതൊന്ന് ഓൺ ചെയ്യുക കേട്ടോ. എന്നിട്ട് അവിടേക്ക് ഈ ഒരു ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റീരിയലും കൂടെ അപ്ലൈ ആവും. നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ആ ഒരു ലാൻഡ്സ്കേപ്പിലേക്ക് നമ്മുടെ മെറ്റീരിയൽ അപ്ലൈ ആയിട്ടുണ്ട്. സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ടൈലിംഗ് റിപ്പീറ്റേഷൻ അല്ലേ. ഇവിടെ ഭയങ്കര റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്തോ വരച്ചു വെച്ച പോലെ തോന്നുന്നുണ്ട്. കുറെ സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണുകയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് സൂം ചെയ്ത് നമുക്ക് ഒരിക്കലും വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ മെറ്റീരിയൽ എഡിറ്റർ വീണ്ടും എടുക്കുക. ഇതിന്റെ പാരാമീറ്റർ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ആ പാരാമീറ്ററിന്റെ വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. കാണിച്ചു തരാം. ഇപ്പൊ നോക്കിയാൽ ഞാൻ ഇവിടെ 10 കൊടുക്കുകയാണ്. അപ്പൊ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ഇവിടെ മാറുന്നത് കാണാം. കുറച്ചുകൂടെ ഒന്ന് വലുതായില്ലേ. അപ്പൊ ഞാൻ ഇവിടെ 100 കൊടുക്കുകയാണ്. 100 കൊടുക്കുന്നുണ്ടാവും, ഒരുപാട് വലുതായി ടെക്സ്ചർ. ഇപ്പൊ ഒന്ന് നോക്കിക്കോ, ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇതിൻ്റെ അകത്തൊരു സീനൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ റിപ്പീറ്റേഷൻ ഇവിടെ കാണാൻ പറ്റുന്നില്ല അല്ലേ. ഇവിടെ നമുക്ക് 50 ഇട്ട് കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. 50 100 ആഡ് ചെയ്യാം, കുഴപ്പമില്ലാത്ത രീതിയിൽ. ആ റിപ്പീറ്റേഷൻ കാര്യമായിട്ട് അറിയുന്നില്ല അല്ലേ. ഇത് ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതേപോലെ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് മെഗാസ്കാനോ മറ്റേടന്നോ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഫോട്ടോസോ ഏതെങ്കിലും യൂസ് ചെയ്ത് നമുക്ക് ഇതേപോലെ നല്ല അടിപൊളി മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ആയിട്ട് ചോദിക്കാം, ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഡീറ്റെയിൽസും അതുപോലെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് കയറിയാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടാവും കേട്ടോ. കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ കയറി നോക്കുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.